വളപ്പ് പടിഞ്ഞാറ് കളിക്കൂട്ടുകാർ ചേർന്ന് രൂപം നൽകി 43 വർഷം പിന്നിട്ട ഔട്ട് ഹൌസ് എന്ന കൂട്ടായ്മയുടെ ഫാമിലി മീറ്റും പ്രതിഭകളെ ആദരിക്കലും നടന്നു. വളപ്പ് കോഴിക്കാപ്പറമ്പിൽ റെസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടി കൊച്ചി കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറും ഔട്ട് ഹൌസ് കുടുംബാംഗവുമായ TP സലീംകുമാർ IRS ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ ഇത്ര പഴക്കമുള്ള ഒരു കൂട്ടായ്മ നമുക്ക് വേറൊരു ഗ്രാമപ്രദേശത്ത് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ ടൗണിന്റെ തൊട്ടടുത്തുള്ള ആളുകളാണ്. ഏകദേശം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ. പരസ്പരം നമ്മുടെ അയലോകത്ത് ആരാണ് താമസിക്കാൻ വരുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ നഗരത്തിന്റെ തൊട്ടടുത്തായതുകൊണ്ടുള്ള ആ ഒരു നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് 40ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഔട്ട് ഹൗസിന്റെ കൂട്ടായ്മ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു പീഞ്ഞപ്പെട്ടിയിൽ, ജോസിന്റെ വീട്ടിലെ ഒരു പീഞ്ഞപ്പെട്ടിയിലാണ് നമ്മൾ ഈ ഔട്ട് ഹൗസിന്റെ തുടക്കം എന്ന് പറയുന്നത്. പഴയ പൂമ്പാറ്റയും ബാലരമയും അമർചിത്രകഥയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ലൈബ്രറി, പിന്നീട് ജോസിന്റെ അപ്പൂപ്പൻ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു പലചരക്കട, ആ പലചരക്കട അദ്ദേഹത്തിന്റെ അനാരോഗ്യം മൂലം അല്ലെങ്കിൽ വിയോഗം മൂലം അത് കാലിയാക്കപ്പെട്ടപ്പോൾ അത് ജോസിനോട് ഒരു കടയായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പലരും പറഞ്ഞാണ്. പക്ഷെ അത് ജോസിന് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ പിന്നെ അത് ഏറ്റെടുക്കുകയും അത് നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് രൂപപ്പെടുകയും ചെയ്തു. MK സെൽവരാജ് അധ്യക്ഷത വഹിച്ചു. ഒരു കൽപ്പണിക്കാരൻ അവന്റെ മകനെ ഒരു ഡോക്ടറാക്കണം എന്ന് വിചാരിച്ചാൽ ഈ കാലത്ത് അത് നടത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആരൊക്കെ എന്തൊക്കെ ചെറിയ സഹായിച്ചാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും ഇത് നടക്കുന്ന കാര്യമാണ് ജോലി, അത് ആലോചിച്ച് ചെയ്യണം, ആഗ്രഹം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ചിന്തമോളുടെ കാര്യം പറഞ്ഞപ്പോഴും അവരുടെ കുടുംബത്തിൽ ഡോക്ടറൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സഹായം കൊണ്ടൊന്നുമല്ല ആ കൊച്ചു പഠിച്ച് വളർന്നു. അവരുടെ അച്ഛനും അമ്മയും ഭാവോദ്ഘാടനയൊക്കെ കിടപ്പായി. രണ്ടുപേരും കഷ്ടപ്പാടിൽ നിന്ന് അവർ ആവശ്യക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവരിത് പാസ്സായി വന്നിരിക്കുന്നത്. പല ആൾക്കാരും BAMS-നും BS-നും മറ്റു പല കോഴ്സ് പോകാറുണ്ട്, എല്ലാവരും പാസ്സാകാറില്ല. പക്ഷെ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും ലക്ഷങ്ങൾ കടവുണ്ടെങ്കിലും അതെല്ലാം ധൈര്യപൂർവ്വം നേരിട്ടുണ്ട് മുമ്പിലോട്ട് വന്ന് അവരിത് പാസ്സായി നമ്മുടെ മുമ്പിൽ ഡോക്ടർമാരെ ഇരിക്കുമ്പോ സലി പറഞ്ഞ പോലെ നേരത്തെ പറയാൻ വേണ്ടി പണ്ട് MBBS ചേട്ടനും ഡിഹുദേവൻ ചേട്ടനും അവർ നമ്മളുടെ നേരിട്ട് ആരുമല്ലായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ മക്കള്, നമ്മുടെ ഔട്ട് ഹൗസിലെ നമ്മുടെ മക്കള്, ബാബുചേട്ടനൊക്കെ നമ്മൾ പുറത്തുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പൊ ഈ രണ്ടുപേരും നമ്മൾ സ്വന്തപ്പെട്ട ആൾക്കാർ. 6 വർഷം തുടർച്ചയായി മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ എളങ്കുന്നപ്പുഴ SC/ST സർവീസ് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി കൂടിയായ MK സെൽവരാജ്, ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മനോജ് ചെമ്മായത്ത്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളപ്പ് യൂണിറ്റ് പ്രസിഡന്റ് KP സനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുതിർന്ന അംഗങ്ങളായ ബാബു പുന്നത്ര, ജൂലി ടീച്ചർ എന്നിവരെ പൊന്നാട അണിയിച്ചും ആദരിച്ചു. ആയുർവേദത്തിൽ മെഡിക്കൽ ബിരുദം നേടിയ ഡോക്ടർ ടാൽവിൻ ജോസഫ്, ഡോക്ടർ ചിന്തുമോൾ എന്നിവർക്ക് കോഴിക്കാപ്പറമ്പിൽ പവിത്രൻ, ജലജ പവിത്രൻ എന്നിവരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി. PB നെൽസൺ, ജോസ് ജോർജ്, KP അനിൽകുമാർ, CJ തോമസ്, KP സുനിൽകുമാർ, ഡെന്നി P ദിനേശ്, ജോർജ് അശോക്, രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു.